ശ്രീ നൗഷാദ് അലി അങ്ങയോടാണ്. ഇപ്പോൾ ഈ ചേലക്കരയിൽ ഞങ്ങൾ 40,000 വോട്ട് 10,000 വോട്ടാക്കിയില്ലേ, 12,000 വോട്ടാക്കിയില്ലേ എന്നുള്ളത് നോക്കൂ. അത് ഒരൊറ്റ 2021 ഒരൊറ്റ കോണ്ടെക്സ്റ്റിൽ, അതായത് പോസ്റ്റ് കോവിഡ് സെനാരിയോയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആ വർഷത്തിൽ മാത്രം ബാധകമായ കാര്യമാണ്. നമ്മൾ 96 മുതൽ, അതായത് ഇടതുമുന്നണി അവിടെ ജയിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള കണക്കെടുത്ത് നോക്കൂ, അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള 2011 മുതലുള്ള കണക്കെടുത്ത് നോക്കൂ. ഇപ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂർ എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെ CPM-ന്റെ പാർട്ടി ഗ്രാമമൊന്നും അല്ല ചേലക്കര. ചേലക്കര ഒരു ഫൈറ്റിംഗ് സീറ്റാണ്, CPM-ന് എഡ്ജുള്ള ഒരു ഫൈറ്റിംഗ് സീറ്റാണ് ചേലക്കര എന്നിരിക്കെ ഈ 12,000 വോട്ടിന് അവിടെ വീണ്ടും അവർ തെരഞ്ഞെടുക്കപ്പെടുക, ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിജയമാണ്. എന്തുകൊണ്ട് 8.5 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വികാരം അവിടെ പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ പിന്നോട്ട് വീണു? വളരെ ഫെമിലിയർ ആയ അതെ, ഒരു തവണ MP ആയും കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച ആ മേഖലയിൽ ഫെമിലിയർ ആയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് പോലും, നിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേച്ചർ അവിടെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ 12,201 വോട്ടിന് തോറ്റുപോയി എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കുന്നുണ്ടോ? ഞാൻ അഭിലാഷ് പറയുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് നേരത്തെ CPM-ന്റെ സ്നേഹിതൻ തുടർച്ചയായിട്ട് 2 ഊഴങ്ങളിൽ സംസാരിച്ച് ആദ്യം അദ്ദേഹം ഈ SDP എന്നൊക്കെ കുറേ പറഞ്ഞ് ഒരു മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ അദ്ദേഹം സ്പർശിച്ച് കടന്നു പോയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു. അഭിലാഷ്, ഇവിടെ ഈ മലബാറിലെയും കേരളത്തിലെയും മുസ്ലിം ജനവിഭാഗത്തെ മുഖ്യധാരയോട് വിളക്കി ചേർത്ത് പരുന്തനും കഴുകനും ഒന്നും റാഞ്ചാതെ അവരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ അവരെ തങ്ങളോട് അണച്ചു നിർത്തി ജനാധിപത്യ മതേതര പാതയിൽ അടിയുറപ്പിച്ച് നിർത്തുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. അതാർക്കും തർക്കമില്ലാത്ത കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമുള്ളൊരു കാര്യമാണ്. ഈ ലീഗിനെ നിരന്തരമായിട്ട് ദുർബലപ്പെടുത്താൻ 10-30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്ന് മഅദനി സേട്ടു ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ ഉപയോഗിച്ച് കാലങ്ങൾ താണ്ടുമ്പോൾ പരീക്ഷണങ്ങൾ മാറ്റി പിടിച്ച് ഇവരീ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, SDP സകലമാന ആളുകളെയും പലതവണയായിട്ട് ആലിംഗനം ചെയ്ത് ദുർബലപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ നോക്കി നടക്കുന്നവരാണ് CPM. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൊന്നാനി പോലുള്ള സ്ഥലങ്ങളിൽ അവർ ആ പരീക്ഷണം ആവർത്തിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ അവർക്ക് തിരിച്ചടി നൽകുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സാമുദായിക പാർട്ടി എന്ന നിലക്കാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്കുണ്ട്. ഇവിടെ CPM-നും LDF-നുമാണ് മുസ്ലിം ലീഗിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഇരിപ്പിടം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് പാർട്ടികളെ കൂടെ കൂട്ടേണ്ട ഗതികേട് CPM-നാണ്. ഞങ്ങൾക്ക് അത്തരം ഒരു ഗതികേട് ഇല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് അടിവരയിട്ട് തെളിയിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ലീഗ് ഇവിടെയുണ്ട്, ലീഗാണ് പ്രധാനപ്പെട്ട പാർട്ടി. അപ്പോൾ ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിൻ്റെ ശോഭ കെടുത്താമെന്നൊക്കെ കരുതിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം അവിടെ പരസ്യമായിട്ട് വർഗീയത പ്രയോഗിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടൊരു പാർട്ടിയാണ് CPM-ഉം LDF-ഉം. പത്രപരസ്യം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ അവർ എന്നിട്ടും തോറ്റു പോകുമ്പോൾ ജാള്യത മറക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമായിട്ട് ചില ആൾക്കെങ്കിലുമൊക്കെ തോന്നുമെന്ന മട്ടിലൊക്കെ വരുന്നത് നിർഭാഗ്യകരമാണ്. രണ്ടാമത് ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം, ചേലക്കരയിൽ ഞങ്ങൾ ഈ 96 മുതൽ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. അതിൻ്റെ ഭാഗമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൻ്റെ അലകും തട്ടുമൊക്കെ പലയിടങ്ങളിലും വിള്ളലുകളുള്ള സ്ഥിതി വിശേഷം കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണയൊക്കെ വലിയ വോട്ടിൽ ഞങ്ങൾ തോറ്റുപോയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം നടത്തി വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇടപെടലുകളും നടത്തി ഞങ്ങൾ വലിയൊരു മുന്നേറ്റം കൈവരിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ ലഭിച്ച ഈ പറഞ്ഞ 12,000 വോട്ടിൻ്റെ വ്യത്യാസം. തീർച്ചയായിട്ടും അവിടെ മെച്ചപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ 80,000 ചില്ലാനം വരുന്ന വോട്ടുകൾ അവിടെ 10-25,000 മുകളിൽ അവിടെ കുറഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭയെ അപേക്ഷിച്ച് എന്നുള്ളൊരു ചിത്രമുണ്ട്. അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾക്കാണ് അനുകൂലം. പക്ഷേ എന്നാലും അവിടെ മുന്നേറേണ്ടതായിരുന്നു എന്നുള്ള ഒരു സത്യം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. അത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത് നാളുകളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകും. കേരളത്തിന്റെ മറ്റൊരു പ്രധാന രാഷ്ട്രീയ പറഞ്ഞോട്ടെ. എനിക്ക് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. നേരത്തെയും ഇവിടെ ഉയർത്തപ്പെട്ട വിമർശനത്തിന് അവർ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം SDP-യുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന നിലപാട് ക്ലാരിറ്റിയോടുകൂടി പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞു പോകുന്നതിന് എന്തുകൊണ്ട് തയ്യാറായില്ല എന്നുള്ള കാര്യത്തിന് അദ്ദേഹം ഞങ്ങൾക്ക് രണ്ട് ചിത്രം ഈ പറഞ്ഞ പോലെ മാധുവിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അതിലൊന്ന്
അതിലൊന്ന് എൻ്റെ നാട്ടിലുള്ള, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത്, എൻ്റെ നാട്ടിലുള്ള മണ്ണാർക്കാട്ടുള്ള SDPIയുടെ പ്രവർത്തകരോടൊപ്പം സ്ഥാനാർത്ഥി നിൽക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തിൽ ഈ SDPI പ്രവർത്തകരുടെ കയ്യിലുള്ളത് ഇവർ വീട് കയറി വിതരണം ചെയ്ത SDPI വിതരണം ചെയ്ത നോട്ടീസാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ കൃത്യമായി UDFന്റെ അറിവോടുകൂടിയാണ് ഈ ഹൗസ് ക്യാമ്പയിനുകൾ. രണ്ടാമത്തെ ചിത്രം വെൽഫെയർ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ്. ഇവര് പരസ്യമായിട്ട് ശരി, അതിനുള്ള സമാധാനം പറയും. താങ്കൾ വഴങ്ങാൻ ആവശ്യപ്പെട്ടു, വഴങ്ങി, അതിനുള്ള സമാധാനം പറയട്ടെ. അല്ല, ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ചിത്രം ഇവർക്ക് പരസ്യപ്പെടുത്താമായിരുന്നല്ലോ, ഇവർക്ക് ഉപയോഗിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇവർ ഉപയോഗിച്ചില്ല? ഇവർ തെരഞ്ഞെടുപ്പ് അമ്പെ പരാജയപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ വാചാടോപങ്ങളും ദുർബലമായ ന്യായങ്ങളുമായിട്ടൊക്കെ വരുന്നത് ഇവർ ഈ ചിത്രത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം BJPയെ തളക്കാനുള്ള ജനാധിപത്യ മതേതര വോട്ടുകളുടെ ഒരു വലിയൊരു ഒഴുക്കാണ്. അത് വളരെ കൃത്യമായിട്ട് UDF ആണ് അതിന് പ്രാപ്തമായ ഒരു പാർട്ടി എന്നത് ആശയപരമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കാരണം അവിടുത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും BJPയും തമ്മിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ BJPയും CPMും സംയുക്തമായിട്ട് നിരന്തരം എതിർത്തു പോകുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. ഈ സരീനും കൃഷ്ണകുമാരും തമ്മിൽ പരസ്പരം ഒരു തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളോ രാഷ്ട്രീയമായ വൈരത്തോടെ അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായ ഒരു വിമർശനം പോലും എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. പാലക്കാട് സമ്പൂർണ്ണമായിട്ട് ഇവർ രണ്ട് കോർണറിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം UDF നിരന്തരം തോറ്റുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നോട്ട് കടന്നു വരാനുള്ള ഒരു രാഷ്ട്രീയ ഒരു തന്ത്രം. അത് കൃത്യമായിട്ട് താൽക്കാലികമായിട്ട് അതിൻ്റെ ഗുണഭോക്താവ് LDFും CPMുമാണ്. ഈ രാഷ്ട്രീയം പരസ്പരം വച്ചുമാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവരുടെ കള്ളക്കളി, അത് വിജയിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഫലം. അതിന് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ മുഖം നൽകിയിട്ട് ഇവര് അതിനെ വികൃതമാക്കാൻ ശ്രമിച്ച് നാളുകളിലുള്ള പാരസ്പര്യത്തിന് ഇപ്പോഴേ അടിത്തറ ബലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ദുർബലമായി പോയ അടിത്തറയെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന പണിയെടുത്തത് കൊണ്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചെറുത്തു തോൽപ്പിച്ച് ഇവിടെ മെറിറ്റോറിയസ് ആയ ഒരു രാഷ്ട്രീയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഹൃദയം കൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. തലച്ചോറ് കൊണ്ട് സാമൂഹ്യ വിഭജനം നടത്തിയിട്ട് ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള മെറ്റീരിയൽ നിലപാടില്ല എന്ന് UDF വിശദീകരിക്കുന്നു.